യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കൃഷ്ണന്റെ കത്തിമുനയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു കാണും. പക്ഷേ നിന്നെ ഞാൻ ഇനി വിടില്ലടാ. എന്റെ കൊച്ചുമൊക്കെ സമാധാനത്തോടെ ജീവിക്കണം. നീ ഇനി ജീവനോടെ വേണ്ട. വയസ്സാം കാലത്ത് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഞാൻ ജയിലിൽ പൊയ്ക്കോളാടാ നിന്നെ കൊന്നിട്ട്. ഇവനെ ഞാൻ വിടാനല്ലേ പറഞ്ഞത്. നിന്നെ ഞാൻ ഇവനെ ജീവിക്കണ്ട. ഇവനെ ഞാൻ കൊല്ലൂടി. എടാ നിന്നെ എനിക്ക് കൊല്ലണം. ഇവനെ എനിക്ക് ഇവനെ കൊല്ലണം. എടാ ഇവനെ കൊന്ന് ഞാൻ ജയിലിലേക്ക് പൊയ്ക്കോളാം. പൊയ്ക്കോണോ ഇവിടുന്ന്? ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. വിടടി നിന്നെ കൊല്ലൂടാ ഞാൻ. വിടടി എന്നെ. ഇവനെ നിന്നെ ഇന്ന് ഞാൻ എന്ത് ഭ്രാന്തമ്മയെ കാണിക്കുന്നേ? അവന് വീട്ടിൽ കൊന്നിട്ട് ഈ വയസ്സൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോവാണോ? പറഞ്ഞില്ലേ? എടാ ഇനി നീ ഈ വീടിന്റെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് വന്നാ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും. ഇറങ്ങി പോടാ പുറത്ത്. എല്ലാരും ചേർന്ന് അവളെ ഒളിപ്പിച്ച് വെച്ചോ. എത്ര നാൾ നിങ്ങൾക്ക് അതിന് പറ്റും? ഇറങ്ങി പോടാ ഇവിടുന്ന്. പോവാ, ഞാൻ പോവാ. പക്ഷേ ഒന്നോർത്തോ, നിങ്ങളുടെ സുന്ദരി ഒരിക്കലും കളക്ടർ ആവില്ല. ഞാൻ അതിനെ അനുവദിക്കില്ല. അവൾ ഒരു ലക്ഷ്യവും നേടില്ല. സമാധാനത്തോടെ ജീവിക്കയില്ല. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കും. ഇതിനു വേണ്ടി എന്ത് പാപാ മോളെ എന്റെ സുന്ദരി മോള് ചെയ്തത്? അച്ഛമ്മ സമാധാനായിട്ടിരിക്കും. വാ അകത്തേക്ക് പോ. വാ അച്ഛമ്മ, വാ അച്ഛമ്മ. ഒരു പക്ഷേ സുന്ദരി അവിടെ കാണില്ലേ? വൈഗ എവിടെ ഉണ്ടെന്ന് നമ്മൾക്ക് അറിയില്ലേ? അപ്പൊ പിന്നെ വൈഗ എവിടെ പോയതായിരിക്കും? വേറെ എവിടെ പോകാനാ സാധ്യത? യെസ്, അവിടെ ഉണ്ടാവും. എന്താ വൈദേഹി? വൈകമൾക്ക് എന്താ പറ്റിയത്? അവളും കുഞ്ഞു ഇങ്ങോട്ട് വന്നതല്ലേ? ആദ്യമേ തന്നെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. വൈകമൾ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ വൈഗയുടെ ഹസ്ബൻഡ് അവളെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. ആര്? കാർത്തിക്കോ? എന്തിന്? വൈകിയും കുഞ്ഞിനെ ഞാനിവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കുറെ ബഹളം വെച്ചു. അകത്തേക്ക് അതിക്രമിച്ച് കയറാൻ നോക്കി. സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടച്ചു.
അതുകൊണ്ടാ ഞാൻ അത്യാവശ്യമായി വൈദേഹി ഇങ്ങോട്ട് വരാൻ വിളിച്ചത്. ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മദർ, മോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന്. അപ്പൊ വൈകമോളെ കാണാനില്ലെന്ന് പറഞ്ഞാൽ സത്യമാണോ? ദൈവമേ, അവൾക്കിത് എന്താ പറ്റിയത്? മദറിനോട് പോലും പറയാത്തൊരു കാര്യം അത്. കാർത്തിക്കുമായുള്ള വൈകമോളുടെ വിവാഹം ഒരു ദുരന്തമായിരുന്നു. ഏ? എന്റെ മോളുടെ ജീവിതം തകർന്നു. അവളിപ്പോ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കുഞ്ഞ് പിറന്ന കാര്യവും മോളാണെന്നൊക്കെ പറഞ്ഞ് വൈകി എന്നെ വിളിച്ചതാണല്ലോ. വലിയ സന്തോഷത്തിലായിരുന്നു അന്ന്. ഇത്ര പെട്ടെന്ന് എന്താ പറ്റിയത്? ഒന്നും പെട്ടെന്ന് സംഭവിച്ചതല്ല. സത്യങ്ങളൊക്കെ വൈകമോൾ അറിഞ്ഞത് കുഞ്ഞ് പിറന്നതിന് ശേഷമായിരുന്നു എന്ന് മാത്രം. ഈ അനാഥാലയത്തിലെ മകളായിരുന്നു അവൾ. അവളെ ഞാൻ സ്വന്തമാക്കി കൊണ്ടുപോയത് ഒരു നല്ല ജീവിതം കൊടുക്കാനായിരുന്നു. അവളായിട്ട് തന്നെ ഒരു ഭർത്താവിനെ കണ്ടെത്തിയപ്പോ അതൊരു മികച്ച തീരുമാനമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ തെറ്റിപ്പോയി. അവന് നേരത്തെ തന്നെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ചതിയനായിരുന്നു. എന്റെ മോളെ സ്നേഹം നടിച്ച് ചതിക്കായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ, ഒന്നും അറിയാത്ത എന്റെ മോളുടെ മുൻപിൽ പോലും എനിക്ക് നിന്ന് അഭിനയിക്കേണ്ടി വന്നു. ഇപ്പൊ വൈക സത്യങ്ങളെല്ലാം അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു. ആരും വേണ്ടാന്ന് പറഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ കുഞ്ഞിനെയും കൊണ്ടങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി അന്വേഷിക്കാൻ സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല. അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവക്ക് ഇങ്ങോട്ട് വരായിരുന്നില്ലേ? മദറിന്റെ കോള് കണ്ടപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. അവൾ ഇവിടെ തന്നെ കാണുമെന്ന പ്രതീക്ഷയില്ല ഞങ്ങൾ വന്നത്. ഇതിപ്പോ അത് നശിച്ചല്ലോ. ഇനിയിപ്പോ ഞാൻ എന്റെ മോളെ എവിടെ പോയി അന്വേഷിക്കും മദർ? കർത്താവേ, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തിയേക്കല്ലേ. എനിക്ക് പേടിയാവ. അവള് പോവാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിലും അന്വേഷിച്ചു. ഇനി അവൾ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുത്ത് കാണോ? അങ്ങനെ ഒരു പേടിയില്ല ഞാനിപ്പോ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ വൈദേഹി. കുഞ്ഞിന് മുതൽ നല്ല മനസാന്നിധ്യമുള്ള പെൺകുട്ടിയായിരുന്നു വൈക. അങ്ങനെ ജീവിതത്തിന്റെ മുന്നിൽ തോറ്റ് കീഴടങ്ങില്ല അവൾ. എന്നേക്കാൾ അധികം അവളെ സ്നേഹിച്ചത് കാർത്തിക്കിനെയായിരുന്നു. അവന് വേണ്ടി എന്നെ പോലും തള്ളിപ്പറയാൻ തയ്യാറായവളാ വൈക. അവനൊരു ചതിയനായിരുന്നു എന്നറിഞ്ഞ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന പോലെ തോന്നില്ലേ മദർ ആർക്കായാലും? ശരിക്കും തകർന്നു പോയി എന്റെ കുഞ്ഞ്. ഞാനും ചുറ്റും നിൽക്കുന്ന എല്ലാവരും അവളെ ചതിച്ചുവെന്നും ജീവിക്കുന്നതിൽ പോലും അർത്ഥമില്ലെന്നും പറഞ്ഞ എന്റെ മുൻപിൽ നിന്ന് അവളെ ഇറങ്ങിപ്പോയത്. എനിക്കിനി ഒരു പ്രതീക്ഷയില്ല മദർ. അങ്ങനെ ചിന്തിക്കല്ലേ മാഡം. മാഡം വന്നേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി അന്വേഷിക്കാം. വൈകമോളെ ഒരു ആപത്തും വരാതെ നമുക്ക് കണ്ടുപിടിക്കാം. വാ മാഡം. വൈക മദറിന്റെ ചൊൽപ്പടിക്ക് വളർന്ന ഒരു കുട്ടിയാ. ഇപ്പൊ അവൾ എന്ത് തീരുമാനം എടുക്കും എന്നതിലാ അവളുടെ ജീവൻ നിലനിൽക്കുന്നത്. പ്രാർത്ഥിക്കണേ മദർ, നമ്മുടെ മോൾക്ക് വേണ്ടി. വൈദേഹി ഒന്ന് നിന്നേ.
വൈഗ അനാഥയാണെന്ന് പറയുമെങ്കിലും ഇവിടെ വരുമ്പോ പോലും അവൾ അനാഥയായിരുന്നില്ല. അന്നും അവൾക്കൊരു സങ്കടം വന്നാ പറഞ്ഞു കരയുന്നവളെ തോളോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂടപ്പിറപ്പുണ്ടായിരുന്നു വൈകിക്ക്. അറിയില്ലേ ശ്രീകാന്ത്? അവസാന അഭയമായി അവളെ അനാഥാലയം അല്ല തിരഞ്ഞെടുക്കാൻ പോകുന്നത്. എനിക്ക് ഉറപ്പാ വൈദേഹി, അവള് പോയിരിക്കുന്നത് ശ്രീകാന്തിന്റെ അരികിലേക്കാ. മധുര പറഞ്ഞ സത്യം. ഇപ്പൊ എനിക്കും അത് തോന്നുന്നുണ്ട്. വൈകമോള് ശ്രീകാന്തിന്റെ അരികിലുണ്ടാവും. ഇനി സമയം കളയണ്ട, വേഗം അവന്റെ അരികിലേക്ക് ചെല്ല്. വിളിച്ചു ചോദിക്കാനൊന്നും നിക്കണ്ട, വേഗം ചെല്ല്. ഞാൻ പ്രാർത്ഥിച്ചോളാം. കൃഷ്ണ, വണ്ടി എടുക്ക.